സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ പിന്നെയും കേൾക്കുവാൻ പോവുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് സൗദി അറേബ്യയിൽ നിന്നാണ് ഒരു കർത്താവിൻ്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമാണ്. കപ്പ്യാരൊക്കെ ആയിരുന്ന ഒരാൾ, ഒരു പള്ളി കപ്പ്യാർ വിശ്വാസ ജീവിതം സ്വീകരിച്ച് യേശുവിൻ്റെ സാക്ഷിയായി ഇന്ന് ഒരു സുവിശേഷകനായിരിക്കുന്നു. നല്ലൊരു സാക്ഷ്യം നമ്മളൊന്നിച്ച് കേൾക്കാൻ പോവുക. പ്രാർത്ഥിക്കാം, ഒന്നിച്ചൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയ കുര്യാക്കോസ് അച്ചാൻ ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമായി തീരണം. വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് അവിടുത്തെ മഹത്വം ഈ ശുശ്രൂഷയിലൂടെ അവിടുന്ന് വെളിപ്പെടുത്താൻ പോകുന്ന കൃപയ്ക്കായ സ്തോത്രം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. എല്ലാ മേഖലകളെയും മുദ്രവെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ അവിടുന്ന് ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാന മുഖത്തോടത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നല്ലൊരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. പുതുപ്പാടിക്കാരൻ പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ചാന്, അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് ജോലിയും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയിലും ഒക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു പ്രിയ ദൈവവൈതലാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കുര്യാക്കോസ് അച്ചാനെ നമ്മുടെ ഈ എൻ്റെ കഥയുടെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം അച്ഛാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അച്ഛനെ പരിചയപ്പെടുത്തുകയായിരുന്നു. കപ്പ്യാരായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ? എത്ര വർഷം, ഏത് സമയത്താണ്? 18 വർഷത്തോളം കപ്പ്യാരായിട്ട് ജോലി ചെയ്തു. 18 വർഷം കപ്പ്യാരായിരുന്നു. എവിടെയായിരുന്നു? കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്ക് അടുത്ത് പുതുപ്പാടി എന്ന സ്ഥലത്താണ്. കോഴിക്കോടാണ്. എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അച്ഛാ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സാക്ഷ്യങ്ങളൊക്കെ അങ്ങ് വടക്കൻ കേരളത്തിൽ നിന്ന്. ഇത് നമ്മളങ്ങനെ സെലക്ട് ചെയ്യുന്നതല്ല കേട്ടോ. പ്രേക്ഷകരോട് ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുക, ആസാദിയുടെ ഒരു അനുഗ്രഹം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് നിയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേക ക്രമം ഞങ്ങൾ കാണാറുണ്ട്. ഒരുപക്ഷെ ഒരേ തീമുള്ള സാക്ഷ്യങ്ങളായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്, കഴിഞ്ഞ ദിവസം നമുക്ക് വി വിറ്റ്നസിൻ്റെ അകത്ത് കണ്ണൂരിൽ നിന്ന് ഒരു ദേവദാസം വന്നു. അതിനുശേഷം വയനാട്ടിൽ നിന്ന് ഒരു ദേവദാസം വന്നു. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന്. അപ്പോൾ വടക്കൻ കേരളത്തെ ദൈവം സ്നേഹിക്കുന്നു. കേരളത്തിൻ്റെ വടക്കേ ഇന്ത്യയാണ് മലബാർ, വടക്കൻ കേരളം. അപ്പോൾ പിന്നെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ വടക്കൻ കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ചാനിൽ നിന്ന് കേൾക്കാൻ പോവുകയാണ്. പുതുപ്പാടി അപ്പോൾ കോഴിക്കോടാണ്. നിങ്ങളെ ശരിക്കും കോഴിക്കോടുകാരായിരുന്നോ, അതോ ഈ എല്ലാവരും പറയുന്ന പോലെ ഒരു കുടിയേറ്റമാണോ? മഞ്ഞുമേൽപ്പാടിയിലേക്ക് കുടിയേറിയ കുടുംബം. ശരി. ഇപ്പൊ പണ്ടത്തെ കാലത്ത് അങ്ങനെ പറയുമായിരുന്നല്ലോ, കുടിയേറ്റ കർഷകരെന്നല്ലേ മലബാറിലേക്ക്. പക്ഷെ ഇന്നത്തെ മലബാർ അന്നത്തെ മലബാറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. കാടും മലയും എല്ലാം വെട്ടിത്തെളിച്ച് നമ്മുടെ അപ്പച്ചൻ അവര് ചേട്ടന്മാരെല്ലാം കൂടെ തെളിച്ചെടുത്ത് വൃത്തിയാസ്ഥാന കൃഷിക്കായി കഷ്ടപ്പാട് സഹിച്ച ഒരു വിഭാഗമാണ്. അതെ, അന്ന് കാടും മലയും മലമ്പാമ്പും മലമ്പനിയോടൊക്കെ മല്ലടിച്ച് അവര് ആ ദേശത്തെ പൊന്നുവിളയുന്ന ദേശമാക്കി മാറ്റി എന്നൊക്കെയാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്. അതെ അതെ, അവരൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും അവിടെ ചെന്ന് തെരുവുപുല്ല് മാറ്റി മറ്റുള്ളവരുടെ പറമ്പിലൊക്കെ ജോലി ചെയ്തു, കപ്പ നട്ടു. അങ്ങനെ ഞങ്ങളൊക്കെ വളർത്തി കൊണ്ടുവന്ന ഒരു കഷ്ടതയെടുത്തിട്ട് നമുക്ക് പിന്നെ മാതാപിതാക്കളെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഒന്ന് പരിചയപ്പെടുത്തുകയും അത് പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും. അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് സാധിച്ചാലൂടെ യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷിയായി നിൽപ്പാൻ സ്വർഗം ഒരുക്കിയ മഹാകൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ വീട് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് പുതുപ്പാടി എന്ന സ്ഥലത്താണ്. എന്റെ പിതാവ് അബ്രഹാം, മാതാവ് അന്നക്കുട്ടി. എനിക്ക് 2 ചേച്ചിമാരായിരുന്നു. മൂത്ത ചേച്ചി മേരി ചേച്ചി, രണ്ടാമത്തെ ചേച്ചി എൽസ് ചേച്ചി. ഇതിൽ അപ്പച്ചനും മൂത്ത ചേച്ചി മേരി ചേച്ചിയും ഇന്ന് ഭൂമിയുടെ പരപ്പിലില്ല. പ്രിയ പിതാവ് 2015 ഒരു പാമ്പ് കടിയേറ്റ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതുപോലെ മൂത്ത ചേച്ചിയും ക്യാൻസർ രോഗത്താൽ
ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടു. ഇപ്പോൾ ഭവനത്തിൽ പ്രിയ മാതാവും എന്റെ പ്രിയപ്പെട്ട ഷോബി പോലെ 2 പെൺമക്കളാണ് എനിക്ക്. മൂത്ത മോൾ അനീറ്റ കുര്യൻ, ഇളയ മോൾ മെരീറ്റ കുര്യൻ. മൂത്ത മോള് BS നഴ്സിംഗ് വയനാട് സുൽത്താൻ ബത്തേരി അസംഷൻ കോളേജിൽ പഠിക്കുന്നു. ചെറിയ മോള് +1 എക്സാം എഴുതിയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്നു കുടുംബം. ഇതൊക്കെയാണ് കുടുംബകാര്യങ്ങൾ അല്ലേ? അപ്പൊ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. കർത്താവ് ജീവിതത്തിൽ ചെയ്ത ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ, മറക്കാനാവാത്തതെല്ലാം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. തുടർന്നുള്ള സമയങ്ങൾ അച്ഛന് അനുഭവങ്ങൾ പറഞ്ഞാട്ട് കേൾക്കാൻ റെഡിയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. ദൈവത്തിന്റെ നാം മഹത്വപ്പെടട്ടെ. മുൻപ് പറഞ്ഞതുപോലെ അടിയൻ കുടുംബമായി കോഴിക്കോട് ജില്ലയിലായിരിക്കുന്നു. അവിടെ പുതുപ്പാടി എന്ന പ്രദേശത്ത് ഈങ്ങാപ്പുഴ IPC ചർച്ചിനോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവളും കുഞ്ഞുങ്ങളും അടിയനും ആരാധനയ്ക്ക് അനുഗ്രഹത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ഒരു കുടുംബം എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരുടെ എണ്ണം തുലവും പരിമിതമായിരിക്കുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആ നല്ലവനായ യേശുക്രിസ്തുവിനെ സൗദി അറേബ്യയിൽ വെച്ച് കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. എന്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞാൽ, കുഞ്ഞിലെ വളരെ കഷ്ടതയോടെ വളർന്ന ഒരു കുടുംബം. പ്രിയ പിതാവും പ്രിയ മാതാവും വളരെ കഷ്ടപ്പെട്ട് പശു വളർത്തിയും അയൽവക്കൊക്കെ കൊയ്ത്തിന് പോയും കൂലിപ്പണി ചെയ്തും ഒക്കെ ഞങ്ങളെ സന്തോഷത്തോടെ വളർത്തി. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അടിയൻ പല ജോലികൾ 18ഓളം ജോലികൾ ചെയ്യാനായിട്ട് ഇടയായി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഏറെ കഷ്ടപ്പെട്ട കുടുംബത്തിന് ഒരു താങ്ങായി നിൽക്കണമെന്ന വലിയൊരു ആഗ്രഹത്തോടു കൂടി ഭൗതികമായ നന്മകൾ കെട്ടിപ്പടുക്കുവാനായി നെട്ടോട്ടമായി. ജോലികൾ എന്ന് പറഞ്ഞാൽ, പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ ഈങ്ങാപ്പുഴ അങ്ങാടിയിൽ STD ബൂത്ത് അത് ആദ്യം വാടകയ്ക്ക് എടുത്ത് നടത്തി. പിന്നെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരുമായി പരിചയപ്പെടുകയും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് വന്നു. ഊട്ടി എന്ന സ്ഥലത്ത്, നമുക്കറിയാം ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അവിടെ ഒരു ഹോട്ടലിൽ ക്ലീനിങ് ബോയ് ആയി ജോലി ചെയ്യാനിടയായി. അവിടെ നിന്ന് സപ്ലയർ ആയി. അവിടെ നിന്ന് തുടർന്ന് എടശ്ശേരി എന്നൊരു കമ്പനി ആയിരുന്നു, അങ്കമാലിയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അവിടെ ബാർ ഹോട്ടലില് സപ്ലയർ ആയി. മദ്യം വിളമ്പുന്ന ഒരു ജോലി, ഹോട്ടൽ മാനേജർ കഴിഞ്ഞ് തുടർന്ന് 3 സ്റ്റാർ ഹോട്ടലില് അങ്കമാലി, സൂര്യ, പിന്നെ അനേക സ്ഥലങ്ങളില്, മസനഗുഡി, എറണാകുളത്തെ പല സ്ഥലങ്ങളില്, പെരുമ്പാവൂര്, ചേർത്തലയ്ക്കടുത്ത് തോപ്പുംപടി, ഇങ്ങനെയുള്ള അനേക സ്ഥലങ്ങളിൽ ബാറുകളിൽ ജോലി ചെയ്ത് ജീവിതം ഈ ലോകത്തിന്റെ അനുഭവങ്ങളിലൂടെ, ഈ ലോകത്തിലെ സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം രക്ഷകനായി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ബാറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവാഹത്തിന് വേണ്ടി ആലോചിച്ച് അന്ന് ജാബൂർ പള്ളിയിൽ കപ്പേറായിട്ട് ഏതാണ്ട് 18ഓളം വർഷം ഞാൻ മുന്നോട്ട് പോയിരുന്നു. അതേ ഇടവകയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നു. അങ്ങനെയാണ് ഇന്ന് ജീവിത സഖിയായി ഷോബി എന്ന പെൺകുട്ടി വിവാഹം കഴിക്കുകയും 2002 വിവാഹം. ആ സമയത്ത് ബാർ ജോലി ഉപേക്ഷിച്ചു. തുടർന്ന് നാട്ടിൽ വന്നു. ഒരു റബ്ബർ ടാപ്പിംഗ് സ്ലോട്ടർ എടുത്ത് നടത്തുകയായിരുന്നു. അതിൽ വലിയ പരാജയം സംഭവിച്ചു. വളരെ കടഭാരം നേരിട്ടു. കാരണം ഒരു തോട്ടം ഞങ്ങൾ എടുത്തു, അതിനുശേഷം ഷെയറായിട്ട് മറ്റൊരു തോട്ടം എടുത്തു. അത് പ്രതികൂല കാലാവസ്ഥയിൽ കാറ്റിൽ കുറെ മരം ഒടിഞ്ഞുപോയി. അങ്ങനെ അത് വലിയൊരു നഷ്ടമായി മാറി കഴിഞ്ഞപ്പോൾ പിന്നെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട് അങ്ങാടിയിൽ ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോഴാണ് 2009 വലിയൊരു അപകടം സംഭവിക്കുന്നത്. ഇങ്ങാപ്പുഴ MGM ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓട്ടം പോകുന്ന ഒരു 2 ട്രിപ്പ് ഓട്ടോറിക്ഷ ഓടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകിട്ട് നവംബർ മാസം 9 ഈങ്ങാപ്പുഴയിൽ നിന്ന് കുഞ്ഞുങ്ങളെയുമായി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എതിരെ വന്നൊരു ടിപ്പർ ഈങ്ങാപ്പുഴ പാലത്തിന്റെ തൊട്ട് അടുത്ത് ഒരു തടിമില്ലിന്റെ മുമ്പിൽ വെച്ച് ഒരു ടിപ്പർ നേരെ വരികയും വളരെ ഇടതുവശത്തേക്ക് ഞാൻ വെട്ടിച്ചു മാറ്റിയെങ്കിലും വലതു ഭാഗം ഒരു വെള്ളക്കെട്ടായതുകൊണ്ട് ആ ടിപ്പർ ലോറി ആ വെള്ളക്കെട്ട് ഒഴിവാക്കി വന്ന് ശക്തിയായി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും 3 മറിച്ചിൽ മറിഞ്ഞ് അതില്
യാത്ര ചെയ്ത ഒരു കുഞ്ഞ് മരിക്കാനിടയായി. എന്റെ അയൽവക്കത്തുള്ള ഒരു മുസ്ലിം കുഞ്ഞാണ്. ആ കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു. ബാക്കിയുള്ള ആ പെൺകുഞ്ഞിന്റെ 2 ആങ്ങളമാരും ഞാനും ജീവനോടെ രക്ഷപ്പെട്ടുവെങ്കിലും എന്റെ തലയ്ക്കൊരു 18ഓളം സ്റ്റിച്ച്, അതുപോലെ കാലിന്റെ ചിരട്ടമുട്ട് തെന്നി മാറി, കൺപോള കീറി കൺമണി പുറത്തു വന്നു. ഡ്രൈവർ മരിച്ചു എന്നാണ് നാട്ടിലെല്ലാം വാർത്ത പരന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ എന്നെ കാണുവാനായി പ്രിയപ്പെട്ടവളും മാതാവും ഓടി വരുമ്പോൾ ജീവശവമായി ICUവിൽ ഒരിക്കലും ഇനി എഴുന്നേൽക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ നാളിൽ നിന്ന് ഇന്ന് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി ഈ ലോകത്തിന്റെ പരപ്പിൽ സുവിശേഷവുമായി നിൽക്കാൻ, ഈ വേദോത്സവമായി നിൽക്കാൻ സ്വർഗം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവം എന്നെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നത്. തുടർന്ന് വളരെ വിശ്രമ ജീവിതത്തിലായിരുന്നു. അതിനുശേഷവും ജീവിക്കുവാനായി അനേക വഴികൾ തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോഴിമുട്ട കച്ചവടം നടത്താനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഗുഡ്സ് ഓട്ടോറിക്ഷ, ആ കോഴിമുട്ട കച്ചവടം റോഡ് സൈഡിലൂടെ എല്ലാ കടകളിലും അനേക സ്കൂളുകളിൽ എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു അനുഭവം. അങ്ങനെ അത് വളരെ ഒരു മത്സരമുള്ള ഒരു ഫീൽഡാണ്, ഏറെ കോമ്പറ്റീഷൻ നിറഞ്ഞ ഫീൽഡാണ്. മറ്റുള്ള വണ്ടിക്കാർ വരും, അതുപോലെ പുതിയ ടീം വില കുറച്ച് ലൈനിലെല്ലാം വരും. അവര് വില കുറച്ച് കടകളിൽ കൊടുക്കുമ്പോൾ ആ കടകളിൽ നമ്മൾ കൊണ്ടുചെന്ന് കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്നത് നമ്മൾക്ക് ബാക്കി വരികയാണ്. അങ്ങനെ ഗോഡൌണിൽ സ്റ്റോക്കായി അത് 2 വർഷത്തോളം ആ ബിസിനസ് തുടർന്നു. അവിടെ വെച്ച് അനേക കടഭാരം ഒന്നിനു മേലെ ഒന്നായി കയറാൻ തുടങ്ങി. വീട്ടിൽ നിന്നും എന്റെ ഈ കടത്തിന്റെ ഭാരനിമിത്തം പ്രിയ പിതാവ് തൽക്കാലം വീട്ടിൽ നിന്നും മാറണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം പിതാവ് വളരെ സത്യസന്ധനും ആ പള്ളിയിലെ ട്രസ്റ്റിയായി സേവനമനുഷ്ഠിക്കുകയും ദേശത്ത് മഞ്ഞുമേൽപ്പുഴയിൽ അബ്രഹാം എന്ന് പറഞ്ഞാൽ വളരെ വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും എന്റെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ തൃപ്തി വരാതെ എന്നോട് കുടുംബമായി വീട്ടിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണ് നല്ലത് എന്ന് സൂചിപ്പിക്കാനിടയായി. അങ്ങനെ പ്രതിസന്ധികൾ ഓരോന്നായി കടന്നു വന്നു. ഞാനും അന്ന് ഒരു മോളെ ഉണ്ട്, ഞാനും പ്രിയപ്പെട്ടവളും മോളും കൂടെ വാടകയ്ക്ക് താമസം മാറി. അവിടെ താമസം ആക്കുമ്പോൾ തന്നെ റബ്ബർ സ്ലോട്ടറുണ്ട്, കോഴിമുട്ട കച്ചവടമുണ്ട്. ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഷെഡിലാണ് പിന്നെ ഞങ്ങൾ താമസിക്കുന്നത്. ഒരു 10 സെന്റ് സ്ഥലം അവിടെ വളരെ വില കുറച്ച് കിട്ടാനിടയായി. അതിന് ഷെഡ് വെച്ച് അതിൽ ഞങ്ങൾ 4 വർഷത്തോളം താമസിച്ചു. അവിടെ വെച്ച് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി. അങ്ങനെ ആ ജീവിക്കുന്ന സമയങ്ങളിൽ കടഭാരം ഒന്നിനു വേറെ ഒന്ന് കയറി വരികയാണ്. കടകളിലെല്ലാം പൈസ കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ആളുകളോട് വായ്പ വാങ്ങിയതുണ്ട്. ജീവിതം ഒരു പ്രതിസന്ധിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നിറഞ്ഞ ഒരു ജീവിതാനുഭവം. അവിടെ ഞങ്ങൾ കുടുംബമായിട്ടൊരു തീരുമാനമെടുത്തു, നമ്മളിനി ജീവനോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല, നമ്മൾക്ക് മരിക്കാം. കുടുംബമായി ഒന്നിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഒരു തോന്നൽ ഞങ്ങളിലുണ്ടായി. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പക്ഷെ തീരുമാനം ഒരു ആത്മഹത്യയുടെ അത് നിവർത്തിക്കുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ടവർ മെല്ലെ പിന്മാറാനിടയായി. കാരണം ഞങ്ങൾ മരിക്കുന്നത്, ഞാൻ തൂങ്ങി മരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവൾ ഒരു ലാബ് ടെക്നീഷ്യനാണ്, അവൾക്ക് ഞരമ്പ് മുറിച്ച് മരിക്കാമെന്നും കുഞ്ഞുങ്ങളെ 2 പേർക്കും വിഷം കൊടുക്കാമെന്നുമുള്ള ചിന്തയിൽ ഞങ്ങൾ തീരുമാനമെടുത്തെങ്കിലും ഈ ചെറിയ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ പ്രിയപ്പെട്ടവർ പറഞ്ഞു, പപ്പ നമുക്ക് മരിക്കണ്ട, നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ കൂട്ടി ഇത് നടക്കില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ വൈഫിനെ അവളുടെ വീട്ടിൽ, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അവളുടെ വീട്ടിൽ കൊണ്ടാക്കുകയും ഞാൻ ഒറ്റയ്ക്ക് കൃത്യം ചെയ്യാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷെ അന്ന് രാത്രിയിൽ ഞാൻ ഈ ആലോചനയിൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് അന്വേഷിക്കാം എന്ന് ചിന്തിച്ച് ഫോൺ എടുത്ത് എന്റെ തൊട്ടയൽവക്കത്തുള്ള സൗദി അറേബ്യയിൽ ജോലിയുള്ള ഒരു സഹോദരനെ, ഒരു മുസ്ലിം സഹോദരനെ വിളിക്കാനായിട്ട് ഇടയായി. ഈ 10 സെന്റ് സ്ഥലവും വീടും ഇന്ന് രാത്രിയിൽ ഞാൻ കച്ചവടം ചെയ്യാൻ പോവുകയാണ്, താങ്കൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അന്ന് രാത്രി തന്നെ അദ്ദേഹം അത് വാങ്ങുകയും 2 ലക്ഷം രൂപ തരികയും തൽക്കാലം കടം വീട്ടുവാനായിട്ടിടയായി. അങ്ങനെയാണ് നാട്ടിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം തന്ന വിസയിൽ കടന്നു വരുന്നത്. 8 വർഷം ഇവിടെ റോഡ് പണി, സൗദി അറേബ്യയിലെ ചൂടറിയാമല്ലോ,
ടാറിംഗ് റോഡിന്റെ സൈഡിലുള്ള ഫുട്പാത്തിന്റെ ജോലികൾ, അതുപോലെ ഇന്റർലോക്ക്, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടെ ജീവിതം, ഇവിടെ കടം നാട്ടിൽ ഭയങ്കരമായിട്ട് 16 ലക്ഷം രൂപയോളം കടമുണ്ട്. എനിക്ക് കിട്ടുന്ന തുച്ഛമായ തുകയാണ്. വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് അവധിയാണ്. ഏതാണ്ട് മെയിൻ റോഡിൽ നിന്നും ഒരു 7 കിലോമീറ്റർ അകത്തേക്കാണ് ഞങ്ങളുടെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്, അൽഹസ എന്ന് പറയും. ആ ക്യാമ്പിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ഒരു ചാക്കുമെടുത്ത് മെയിൻ റോഡിൽ വന്ന് സൗദികളും മറ്റ് ടൂറിസ്റ്റുകളും ഒക്കെ റോഡ് സൈഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് പെപ്സിറ്റിന്, അതുപോലെ വണ്ടികൾ പോകുമ്പോൾ ഒഴിഞ്ഞു വീഴുന്ന കോപ്പറിന്റെ വയറുകള്, അതുപോലെ പാർട്സുകള്, ഇതെല്ലാം ചാക്കിൽ പറക്കിയിട്ട് പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന ഒരു ജോലി. അതുപോലെ പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ ഗ്ലാസ് ഒക്കെ തുടച്ചു കൊടുക്കാൻ വേണ്ടി ഇടയ്ക്ക് നിൽക്കും. ഇങ്ങനെ ഫോൺ ചാർജ് ചെയ്യണം, ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറയെ കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാർ ഹോട്ടലിൽ സപ്ലയറും ജോലിയും ചെയ്ത് ചൈനീസ്, കോണ്ടിനെന്റൽ, ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാ ഫുഡും ആവശ്യം പോലെ കഴിച്ച് നടന്ന ഞാൻ സൗദി അറേബ്യയിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ നരകയാതന തന്നെയായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൂടത്തുള്ള ജോലി, ഹോട്ടലിലുള്ള ജോലി, വൈകിട്ട് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ, ആര് രക്ഷിക്കുമെന്നുള്ള ചിന്ത. മരുഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കൂടെയുള്ളവർക്ക് പെപ്സി വാങ്ങാനൊക്കെ ഷെയർ ചെയ്യുമ്പോൾ മെല്ലെ ഫോണും കയ്യിലെടുത്ത് മെല്ലെ ദൂരേക്ക് മാറിപ്പോകും, ഷെയർ കൊടുക്കാനില്ലാത്തതുകൊണ്ട്. അവിടെ നിന്ന് കാൽ മുട്ട് നിലത്തൂന്നി ഉയരങ്ങളിലേക്ക് കൈകൾ ഉയർത്തി വാവിട്ട് നിലവിളിക്കും. കാരണം കടക്കാരും വീട്ടിൽ വരുന്ന ഞാൻ ഇടയ്ക്ക് അങ്ങ് ചോദിക്കുകയാണേ, നമ്മള് നാട്ടിലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുന്നു, ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഇടയ്ക്ക് അങ്ങ് ചോദിക്കുക, നാട്ടിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നു, കടങ്ങളെ പല ബിസിനസ് ചെയ്തത് പരാജയപ്പെട്ടു, അങ്ങനെയാണ് സൗദിക്ക് പോകുന്നത്. അപ്പൊ ഈ നാട്ടിലെ നമ്മൾ ഈ ബാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആ സമയത്തൊക്കെ തന്നെയാണോ ഈ കപ്പ്യാരി ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്? കപ്പ്യാരി ജോലി ഉള്ളപ്പോൾ തന്നെ ബാറിലും ജോലി. അപ്പൊ ആ സമയത്ത് ചാർജ് അമ്മാവിന്റെ മകന് കൊടുത്തുകൊണ്ട് എനിക്ക് മതപോയാൽ കയറാൻ പറ്റും, പക്ഷെ ഔദ്യോഗികമായ കപ്പ്യാരി ജോലി ഇല്ല. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിനു മുമ്പേ ഔദ്യോഗികമായിട്ടുണ്ടായിരുന്നു. ഔദ്യോഗികമായി ശമ്പളത്തോടു കൂടി കപ്പ്യാരായി. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം കപ്പ്യാരി ജോലിയൊക്കെ ആകുമ്പോൾ പള്ളിയുടെ ഒരു ശമ്പളം കിട്ടുമല്ലോ. അതെ, അത് നിസ്സാരമായ 900 രൂപ മാസം കിട്ടും. അതിനോടൊപ്പം തന്നെ എസ്ടി ബൂത്ത് മുന്നോട്ട് കൊണ്ടുപോകും. അതിനോടൊപ്പം തന്നെ ഗോൾമുട്ട കച്ചവടം നടക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതെ അതെ, ശരി. അപ്പൊ സൗദിയിലേക്ക് തിരിച്ചു വരാം. അവിടുന്ന് ഞാൻ പിന്നെ നാട്ടിൽ കപ്പ്യാരുടെ ആ ഒരു കഥയിലേക്ക് കൊണ്ടുവന്നത്. അതെ അതെ അതെ, സൗദിയില് ഇതുപോലെ കടം ഭാരം മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവൾ അന്ന് ഒരു ക്ലിനിക്കൽ ജോലിയാണ്, ലാബ് ടെക്നീഷ്യൻ ആണ്. ഇപ്പോഴും ജോലിയുണ്ട്. ഇപ്പം ഈകാപ്പുഴ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു ലാബിൽ ജോലി ചെയ്യുന്നു. അന്ന് ക്ലിനിക്കൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കാനുള്ള വ്യക്തികളൊക്കെ അവിടെ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ക്ലിനിക്കിൽ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവം മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. വളരെ വേദനയോടുകൂടി പറയാനിടയായി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് പണം ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ക്ഷമിക്ക്, ശമ്പളം കിട്ടുന്നത് എനിക്ക് ഏതാണ്ട് 14,000 രൂപ മാസം കിട്ടും. 16,000 രൂപയോളം എനിക്ക് പലിശ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ പഴയ സാധനങ്ങൾ പറക്കി കൂട്ടി മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നവരുടെ കൂടെ കൊണ്ടുപോയി കൊടുത്ത് അത് തുച്ഛമായി ലഭിക്കുന്ന പണമാണ് ഫോൺ ചാർജ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ സമയങ്ങളിലാണ് റോഡ് സൈഡിൽ നിന്ന് സ്ഥിരമായി ഒരു വ്യക്തിയെ കാണും. അദ്ദേഹം ഒരു പിക്കപ്പ് വാനിൽ ഏണിയും അതുപോലെ പെയിന്റ് ചെയ്യുന്ന കമ്പും ഒക്കെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയോടുള്ള ബന്ധത്തിൽ പോകുന്നു. ഒരു ദിവസം എനിക്ക് അന്നത്തെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു പൊടിക്കാറ്റ് വന്ന് ഭക്ഷണത്തിലൊക്കെ മണല് കയറി ഭക്ഷണം വേസ്റ്റ് ആയി. എല്ലാവരും പൈസ ഉള്ളവരൊക്കെ പോയി വേറെ ഭക്ഷണം മേടിച്ച് കഴിച്ചു. ഞാൻ വളരെ വിഷമത്തോടെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി അതിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും തരുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നു. അദ്ദേഹം തിരിച്ചും വിഷ് ചെയ്തിട്ട് അങ്ങ് പോയി. തിരിച്ചു വന്ന് അദ്ദേഹം ചോദിച്ചു, ഹിന്ദിയിലാണ് ചോദിക്കുന്നത്, ബംഗാളിയാണോ മലയാളിയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പരിചയപ്പെടുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച നിങ്ങൾക്ക് ജോലിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച അവധിയാണ്, ഇങ്ങനെ വെബ്സൈറ്റ് പറക്കാൻ പോകും. അദ്ദേഹം പറഞ്ഞു, വെള്ളിയാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാ പള്ളിക്കാരും കൂടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ്,
അതിന് കടന്നു വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഈ ഒരു ഭക്ഷണം എന്നൊരു വാക്ക് കേട്ടപ്പോൾ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഫോൺ നമ്പർ കൈമാറി. അദ്ദേഹത്തിന്റെ പേര് റോയി ജോസഫ് എന്നാണ്, കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ മീറ്റിങ്ങിന് കൊണ്ടുവന്നു. വന്നിരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കൈകൊട്ടുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കൂട്ടരെയാണ് ഈ പെന്തിക്കോസ് കൂട്ടരെ. അപ്പൊ ഒരു കൂട്ടായ്മ അവിടെ വന്നു. അപ്പൊ നമ്മൾക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാനും കുറെ മലയാളികളെ ഒന്നിച്ച് കാണാം. അത് ഭയങ്കര ഒരു ആശ്വാസവും. മീറ്റിംഗ് കഴിയുമ്പോൾ ഭക്ഷണം കിട്ടും. അങ്ങനെ 1-2 ആഴ്ച തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. തുടർന്ന് ഒരു ദിവസം റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെ ഭക്ഷണം കേടായിരുന്നു. ഇദ്ദേഹം അതിലെ വരുന്നു. അപ്പൊ അദ്ദേഹം വാങ്ങിയ ഭക്ഷണം ഒരെണ്ണം അധികമായി അതെനിക്ക് തരുന്നു. അങ്ങനെ ഇതുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മീറ്റിങ്ങിന് വന്നു തുടങ്ങിയപ്പോൾ അവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, ഞാൻ പള്ളിയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള വികാരി അച്ഛന്മാരൊക്കെ, വീട്ടിൽ തൊട്ടടുത്താണ് ചാപ്പൂറ്റ് പള്ളി. അച്ഛന്മാരും ബിഷപ്പുമാരുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള കുടുംബം. പക്ഷെ ഈ പെന്തിക്കോസ് ഈ മീറ്റിങ്ങിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്ക് ഓരോ ആഴ്ചയിലും ഇങ്ങനെ വരാൻ തുടങ്ങി. വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നുവെങ്കിലും. അപ്പൊ അവിടെ ഞാൻ നോക്കുമ്പോൾ അവർ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു അച്ഛന്മാരില്ല, ഒരു കപ്പ്യാന്മാരില്ല, യാതൊരു ആചാരങ്ങളും ഇല്ല. ഒരുമിച്ച് കൂടുന്നു, പാട്ട് പാടുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. അതിനിടയ്ക്ക് ഇവരെന്നെ ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകും. അവിടെ രോഗികളായി നേപ്പാൾ സ്വദേശി ഒരു വ്യക്തി ട്രെയിനിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്നു. അദ്ദേഹത്തെ കാണുവാൻ ഇവരൊക്കെ പോകുന്നു, എന്നെ കൊണ്ടുപോയി. അവര് വട്ടം ചേർന്നിരുന്ന് സ്ത്രീകളും പുരുഷന്മാരും, നമുക്കറിയാമല്ലോ സൗദി അറേബ്യയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല. അവര് കണ്ണുനീരൊഴുക്കി വാവിട്ട് നിലവിളിക്കുകയാണ് ഈ രോഗിയുടെ ചുറ്റും ഇരുന്ന്. അപ്പൊ ഈ സഹോദരരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഹോദരിമാരാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ. കമ്പനി അവരെ അന്ന് ശ്രദ്ധിക്കുന്നില്ല. ഇദ്ദേഹത്തിന് പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം നടക്കാൻ തുടങ്ങിയെന്ന് അറിയാനിടയായി. അരക്കാരോട് തളർന്നു പോയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ഇവര് പിരിവിട്ട് അവൻ സ്വന്തം നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറ്റിവിടാൻ ഇടയായി. ഇങ്ങനെയുള്ള നന്മ പ്രവൃത്തികളും ഇവരുടെ ഈ വചന ശുശ്രൂഷകളും ഇവരുടെ പ്രാർത്ഥനാ രീതികളും കണ്ടപ്പോൾ ഹൃദയത്തിൽ എവിടെയോ ഞാൻ ഇതിന് യോഗ്യനല്ലോ, എന്റെ പാപം, ഞാൻ ചെയ്ത മദ്യപാനമായാലും, ഞാൻ ബാറിലെ ജോലിയായാലും, കുത്തഴിഞ്ഞ ജീവിതമായാലും, ഇതെല്ലാം ഈ വിശുദ്ധന്മാരും വിശുദ്ധമതികളുമായുള്ള മധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലല്ലോ. അപ്പോൾ ഈ അച്ഛന്മാരുടെ വൈദികരുടെ മധ്യത്തിലിരുന്ന് അവരോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളുടെ അല്ലാതെയും ദൈവം പ്രസാദിക്കുന്നല്ലോ എന്നൊരു ചിന്ത ഹൃദയത്തിൽ വരാൻ തുടങ്ങി. തുടർന്ന് ഞാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. എന്റെ സാക്ഷ്യം, എന്റെ കടഭാരത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. എല്ലാവരും ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ തുടർന്ന് പിന്നെ വ്യാഴാഴ്ച വൈകിട്ട് ആലയത്തിൽ വരും, അവിടെ താമസിക്കും, വെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് നാട്ടിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, സാമ്പത്തിക കടഭാരം. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് മാറി എന്ന് പറഞ്ഞല്ലോ, ആ സ്ഥലം വിറ്റിട്ട് തിരികെ ഞാൻ വീട്ടിലേക്ക് വന്ന് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വീട്ടിലാക്കിയിട്ടാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോരുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവർക്ക് ഒരു ജോലി എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ നമ്മൾ സാമ്പത്തികമായ കടഭാരങ്ങൾ കുറെ മാറുമല്ലോ ചിന്ത ജീവിതത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ കുവൈറ്റിലേക്ക്, നമ്മുടെ സൗദി അറേബ്യയിലേക്ക് അന്ന് സ്ത്രീകൾക്ക് എമിഗ്രേഷൻ ലഭിക്കില്ല, അല്ലെങ്കിൽ നേഴ്സുമാർ അങ്ങനെയുള്ള ഉയർന്ന ജോലി ആയിരിക്കണം. ഇവർക്ക് ഡിപ്ലോമ കോഴ്സ് ഉള്ളു, ഇവിടുത്തെ എക്സാം എഴുതിയിട്ടില്ല. അതുകൊണ്ട് കുവൈറ്റില് ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് പ്രിയപ്പെട്ടവളെ കുവൈറ്റിലേക്ക് അയക്കാനായിട്ട് ഇടയായി. വളരെ വേദനയോടുകൂടിയാണ് അയച്ചത്. കുഞ്ഞുങ്ങളെ പിരിയണം, ഒറ്റയ്ക്ക് അവിടെ ജോലി ചെയ്യണം, എന്താവുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള വിഷമത്തിലിരിക്കുമ്പോൾ സഭയായി പ്രാർത്ഥിച്ചു അയച്ചു. കുവൈറ്റില് ഏതാണ്ട് ഒരു വർഷത്തോളം ജോലി ചെയ്യുന്ന സമയത്താണ് പ്രിയ പിതാവ് 2015 പറമ്പിൽ നിന്ന് പാമ്പ് കടിയേറ്റ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. എന്റെ കടഭാരം മാറിയിട്ടില്ല, എനിക്ക് നാട്ടിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നാട്ടിലൊരു മാസ്റ്റർമാരെ എനിക്ക് പരിചയമില്ല. ഒരു മാസ്റ്റർ നമ്പർ കിട്ടി, വീട്ടിൽ ഒരു വചനം ശുശ്രൂഷിക്കാൻ അപ്പച്ചന്റെ പാമ്പുകടി എന്ത് സംഭവിച്ചതാ? കൃഷി സ്ഥലത്ത് വല്ലതും വെച്ച് ഉണ്ടായതാണോ? അതെ, നമുക്കൊരു 65ഓളം റബ്ബർ മരമുണ്ട്. അത് പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് അതിന് ഒരുക്കാൻ വേണ്ടി കയറി പോകുമ്പോൾ ഒരു ദിവസം ഞായറാഴ്ചയാണ്. അവര് പള്ളിയിലൊക്കെ പോയി വന്ന് ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ കയറി. അപ്പൊ പെങ്ങളുടെ കുഞ്ഞു മകനും ഉണ്ട് കൂടെ. ഒരു പാമ്പിനെ കയറി ചവിട്ടി.
പാമ്പിനെ കയറി ചവിട്ടി ഒരു കുഞ്ഞു പാമ്പാണ്, അതിനെ കുടഞ്ഞു കളഞ്ഞു. തുടർന്ന് വീണ്ടും അത് വന്ന് ഒന്നുകൂടി കൊത്താനായിട്ട് ഇടയായി. അപ്പോ പെങ്ങൾ എൽസി ചേച്ചി എന്ന് പറയുന്ന പെങ്ങൾ തയ്യലാണ്. അവര് ജൂൺ മാസം ആകുമ്പോൾ അവർക്ക് സ്കൂളിൽ യൂണിഫോം തയ്യലൊക്കെ ഉണ്ട്. അപ്പൊ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, തയ്യലൊക്കെ മുടങ്ങും എന്നുള്ള ചിന്തയില് അപ്പച്ചൻ പെങ്ങളുടെ കുഞ്ഞു മകനെയും കൂട്ടി അമ്മച്ചിയോട് പറഞ്ഞു തേള് കടിച്ചാന്ന് പറഞ്ഞ് കാലിൽ ഒരു വള്ളി ചുറ്റി കെട്ടി നേരെ നടന്ന് 1.5 കിലോമീറ്ററോളം ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോകുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി. അവിടുന്ന് ഒരു വിഷകാരിയുടെ അടുത്തേക്കാണ് പോയത്. താമരശ്ശേരി ചുരത്തിന്റെ 2ാം വളവിൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. അദ്ദേഹം വേറെ പോയതായിരുന്നു. പിന്നെ അദ്ദേഹം ജീപ്പ് വിളിച്ച് വന്ന് ചികിത്സ ആരംഭിച്ചപ്പോഴത്തേക്കും അപ്പച്ചന് ആകെ ടയർഡായി. അവിടെ വെച്ച് അറ്റാക്ക് കൂടിയായി. അവിടെ വെച്ചാണ് മരിക്കുന്നത്. അത് എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു സങ്കടം. കാരണം ഞാൻ യാത്ര പറഞ്ഞു പോരുമ്പോ 4.5 വർഷത്തോളം ഞാൻ ഒരു വെക്കേഷനും ഇല്ലാതെ സൗദിയിൽ തന്നെ നിൽക്കുകയാണ്. അതില് 2 വർഷമായപ്പോഴാണ് സംഭവം. 2013 ഞാൻ സൗദിയിൽ എത്തുന്നത്. തുടർന്ന് അപ്പച്ചന്റെ ഈ മരണം, പ്രിയപ്പെട്ടവൾ കുവൈറ്റിലായിരിക്കുന്നു. അപ്പൊ അവിടെയെല്ലാം ഞാൻ ബന്ധുക്കോസിൽ പോയി എന്നുള്ള ഒരു ഭയങ്കര ഖ്യാതി പടരാൻ തുടങ്ങി. കാരണം വീട്ടിലൊരു പാസ്റ്റർ വന്ന് പ്രസംഗിക്കുന്നു, അപ്പച്ചന്റെ ബോഡി അവിടെ ഉള്ളപ്പോ തന്നെ. അപ്പൊ പള്ളിക്കാരും നാട്ടുകാരും ഒക്കെ ഞാനും പ്രിയപ്പെട്ടവളും അവിടെ എത്താത്തത് കൊണ്ട് അതിന്റെ വിരോധവും കുടുംബത്തിലെല്ലാവരും എന്നെ വെറുക്കാൻ തുടങ്ങി. തുടർന്ന് പ്രിയപ്പെട്ടവൾ പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളെ കാണാൻ കൊതിയാവുന്നു, എനിക്ക് അപ്പച്ചനും പോയി, ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ 2 വർഷത്തെ എഗ്രിമെന്റിലാണ് പ്രിയപ്പെട്ടവൾ പോകുന്നത്. പക്ഷെ അവര് ഈ എഗ്രിമെന്റ് ഭേദിക്കാൻ അവർ തയ്യാറില്ല. ഇല്ലെങ്കിൽ 1 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് പോരാൻ കഴിയാതെ മാനസികമായ സമ്മർദ്ദം, ഉറക്കമില്ലാതായി. എന്നെ രാത്രിയിൽ വിളിക്കുമ്പോ എന്റെ റൂമിൽ കിടക്കുന്ന മറ്റുള്ളവര് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്നോട് പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രിയിൽ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുന്നത് അവൾക്ക് ഭയങ്കര വിഷമമായി. തുടർന്ന് അവൾ സിമ്മെല്ലാം ഊരിക്കളഞ്ഞ് യാതൊരു ബന്ധവുമില്ലാതെ 14 ദിവസത്തോളം അവളെ കുറിച്ച് ഒരു ബന്ധവുമില്ല. സഹോദരിമാരും എല്ലാം എന്റെ ധൈര്യത്തിലാണ് അവരെ കുവൈറ്റിലേക്ക് അയക്കുന്നത്. അവരെല്ലാം എന്നെ വിളിച്ച് വളരെ ദേഷ്യഭാവത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നീ അവളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ള ചോദ്യം വരെ വരാൻ തുടങ്ങി. ഇത് സഹിക്കാൻ പറ്റാതെ ഞാൻ അവളെ വിളിക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ എന്റെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ദൈവദാസൻ, ഞാൻ പറഞ്ഞല്ലോ റോയ് പാസ്റ്റർ ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്നു. ഞാൻ വന്ന് സങ്കടം പറഞ്ഞു, എനിക്ക് പ്രിയപ്പെട്ടവളെ വിളിക്കാൻ പറ്റുന്നില്ല. അന്നാണ് യഥാർത്ഥമായി ഞാന് ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്നത്. അതിനെ തുടർന്നാണ് ദൈവദാസനും റോയ് പാസ്റ്ററും എൽബി സിസ്റ്ററും കുഞ്ഞും ഞാനും ചേർന്ന് ഈ ആലയത്തിൽ, ഈ ഹാളിൽ ഒരുമിച്ച് ഞങ്ങൾ മുട്ടുമടക്കി പാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് ആ ഫോണിൽ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതാണ്ട് 14 ദിവസമായിട്ട് പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് കിട്ടാനൊരു സാധ്യതയുമില്ല. അപ്പൊ മെൽവിസ്റ്റ് പറഞ്ഞു ഇല്ല, ധൈര്യത്തോടെ വിളിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. തുടർന്ന് നെറ്റിൽ ഫോണിൽ പൈസ ഇട്ടു. വിളിച്ചപ്പോ തന്നെ ഒരു തമിഴ് സിസ്റ്ററാണ് എടുക്കുന്നത്. പ്രിയപ്പെട്ടവള് ഉറക്കമില്ലാതെ മാനസികമായി തകർന്ന പോലെ ന്യൂമോണിയ ബാധിച്ച് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവിടെ ആയിരിക്കുന്നു. അവരെ നോക്കുവാനായിട്ട് ഒരു തമിഴ് സിസ്റ്ററിനെ അവരവിടെ കൂട്ടത്തിലാക്കിയിരിക്കുന്നു. അപ്പോ അവർ പറയുന്നത് ഇതാണ്, ഇവർ ഒറ്റയ്ക്ക് ഇനി നാട്ടിലേക്ക് കടന്നു പോകാൻ കഴിയില്ല, അത്രയ്ക്ക് തളർന്ന അവശയായിരിക്കുന്നു, ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നു. ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ എനിക്ക് കുവൈറ്റിൽ ആരുമില്ല, ഇവിടുന്ന് പോകാനായിട്ട് അയക്കാൻ എനിക്ക് സാമ്പത്തിക സ്ഥിതിയുമില്ല, ദൈവം അത്ഭുതം ചെയ്യണം. ഈ സാക്ഷ്യം കേൾക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, സർവശക്തനായ ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആ ഒരൊറ്റ നിലവിളി വാവിട്ട് നിലവിളിച്ചു. അതിനോട് അനുബന്ധിച്ചുള്ള കമ്പനിക്കാർ പറഞ്ഞത് ടിക്കറ്റിന്റെ പൈസ അയച്ചു തന്നാൽ കയറ്റി വിടാമെന്ന്. പക്ഷെ ദൈവദാസൻ ധൈര്യത്തോടെ എന്നെ ഉത്ബോധിപ്പിക്കുകയും ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി 25 ദിവസത്തിനുള്ളിൽ ദുബായ് കണക്ഷൻ ഫ്ലൈറ്റിൽ പ്രിയപ്പെട്ടവളെ നാട്ടിലെത്തിക്കാൻ ഇടയായി. തുടർന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ചെറിയ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവരെ അത്ഭുതകരമായി വിടുവിച്ചു. ഇന്ന് സന്തോഷത്തോടെ അവര് ഈങ്ങാപ്പുഴ ലാബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ആക്സിഡന്റുകൾ, അതുപോലെ പ്രിയപ്പെട്ടവളുടെ രോഗങ്ങൾ, എല്ലാവരും തള്ളപ്പെട്ട അവസ്ഥ. ഇപ്പോൾ ഈ കടഭാരം മുഴുവനും മാറിയില്ല. ഞാൻ സൗദിയിൽ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ.
തുടർന്ന് എങ്ങനെ കടം മാറുമെന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വരുമ്പോഴും ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഭ, അത് ഞാൻ വിശ്വാസത്തിൽ വന്ന എനിക്ക് പ്രതികൂലങ്ങൾ അനേകമുണ്ട്. ഒരു സാമുദായിക സഭയിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നാട്ടിലൊരു സപ്പോർട്ടും ഉണ്ടാവില്ല. പക്ഷേ ഒരു കുഞ്ഞു കൂട്ടമായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തുടർന്ന് ജീവിതം സൗദിയിൽ തന്നെ മുന്നോട്ട് പോയി. എനിക്ക് ജോലി മേഖലകളിലൊക്കെ പ്രമോഷൻ ലഭിക്കാനിടയായി. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു. ഇവിടെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം വാതിൽ തുറന്നു. 4.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് കടന്നു പോകുന്നത്. നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് കമ്പനി എനിക്ക് ടിക്കറ്റ് തരുമ്പോൾ എന്റെ കടഭാരം ഇനിയും മാറാൻ അല്പം കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ ചർച്ചിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നാട്ടിൽ പോകാൻ വേണ്ടി. തലേദിവസം വൈകിട്ട് അറബി വന്നിട്ട് എന്നോട് പറയാണ്, നിനക്ക് നിന്റെ ശമ്പളത്തെ കൂടുതൽ, ഞാൻ ഈ റോഡ് സൈഡിൽ കല്ല് വെക്കുന്ന ഒരു ജോലി കൂടി ചെയ്യുമായിരുന്നു. ഒരു മീറ്ററിന് 1 റിയാൽ വെച്ച് 4.5 കിലോമീറ്റർ 4500 മീറ്റർ ഞാൻ വെക്കാനായിട്ടിടയായി. അതിന് എക്സ്ട്രാ എനിക്ക് 4500 റിയാല് അവർ തരാനായിട്ടിടയായി. പ്രിയരെ, ഇത് എന്റെ കടം മാറ്റുവാൻ മാത്രമല്ല, എന്റെ വീടിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങള് എല്ലാത്തിനും ദൈവം 16 ലക്ഷം രൂപ കടം നിസ്സാരമായ റോഡ് പണിക്കാരനായ എനിക്ക് 4 വർഷം കൊണ്ട് വീട്ടുവാൻ മാത്രമല്ല, ബാക്കി എന്റെ കയ്യിൽ സമ്പാദ്യമായി വെക്കുവാൻ കൂടെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തു എന്നുള്ളതാണ്. തുടർന്ന് ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തീർത്തും ഒരു പെന്തിക്കോസുകാരനായിട്ടാണ് പോകുന്നത്. വീട്ടില് ഞായറാഴ്ച രാവിലെ ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ച് ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് KSRTC ഈങ്ങാപ്പുഴ വന്ന് അവിടുന്ന് ഓട്ടോ വിളിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കേണ്ടതാ. പക്ഷെ എന്റെ മീശയെല്ലാം ഷേവ് ചെയ്ത് ഒരു ബന്ധുക്കോസ് പോലത്തെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം തോന്നി. ഞായറാഴ്ച ദിവസമാണ്, പള്ളി പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്കില്ല, ഞാൻ ആരാധനാലയത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരുടെ ഏറെ പ്രതികൂലമൊക്കെ സൃഷ്ടിച്ചു. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാനൊക്കെ തുടങ്ങി. പെന്തിക്കോസ് ആരാധനയ്ക്ക് പോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഏറെ പ്രതികൂലങ്ങളുണ്ടായി. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഈ വചനത്താൽ എന്നെ ധൈര്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സഭ സൗദി അറേബ്യയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആലയത്തിൽ കടന്നു വന്നു, സാക്ഷ്യം പറഞ്ഞു. അവരെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. തുടർന്ന് വീട്ടിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവൾ ഏറെ കോപാകുലയായാണ് സംസാരിച്ചത്. ഇനി മേലിൽ വന്നിടത്തേക്ക് തിരിച്ചു പോയിക്കോ എന്ന് വരെ പറഞ്ഞ് അല്ലെ വളരെ വേദനപ്പെടുത്തി വന്നിട്ടിടയായി. പക്ഷെ അതിലെല്ലാം സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തി എന്ന് വേണം പറയാൻ. അപ്പച്ചൻ മരിച്ചപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല. കുടുംബാംഗങ്ങളെല്ലാം ഞാൻ പെന്തിക്കോസ് പോയതിന് എതിര് എല്ലാം കൊണ്ടും ദേശത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ 2.5 മാസക്കാലം ആ നാട്ടിൽ വെക്കേഷൻ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവൾ പിറ്റേ ഞായറാഴ്ച എന്നോട് ചോദിച്ചു, ഏത് ചർച്ചിലായി പോകുന്നത്? എന്നെ കളിയാക്കാനായിട്ട് എന്റെ പുറകെ വരാൻ തുടങ്ങി. ആലയത്തിലേക്ക് എത്തുമ്പോൾ ആലയത്തിലേക്ക് വരുന്ന മറ്റു സഹോദരിമാർ കണ്ട് സന്തോഷിച്ചു. കാരണം ഭാര്യ രക്ഷിക്കപ്പെട്ട് വരികയാണെന്നുള്ള ചിന്തയിലാണ്. പക്ഷെ ഏത് പള്ളിയിൽ പോകാനാ എന്നുള്ളത് അറിയാൻ വേണ്ടിയാ വരുന്നത്. പക്ഷെ അവര് വഴിക്ക് വെച്ച് ഇവരെ കെട്ടിപ്പിടിക്കുകയും ആലയത്തിലേക്ക് നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ആലയത്തിൽ കൊണ്ടിരുത്തി 10 മിനിറ്റ് വചനം പറയുവാനായിട്ട് എനിക്ക് ദൈവദാസൻ തരും. അങ്ങനെ വചനം പറയുമ്പോൾ ക്രൂശീകരണത്തെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ ക്രൂശീകരണത്തെ കുറിച്ച് അന്ന് ധ്യാനിക്കാൻ ഇടയായി. ഒരു അറുവാടിനെ തൂക്കിയിട്ടതുപോലെ അരുമനാഥനെ തൂക്കിയിട്ട ആ സംഭവ ബഹുലമായ ക്രൂശീകരണത്തെ വർണ്ണിക്കുമ്പോൾ പ്രിയപ്പെട്ടവൾ പുറകിലിരുന്ന് കരയുന്ന ഞാൻ കാണാനുണ്ട്. ഇപ്പോൾ സാക്ഷ്യത്തിന്റെ സമയമാണ്. സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം പ്രിയപ്പെട്ടവൾ ചാടി എഴുന്നേറ്റ് ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് പറയാനുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഒരുമിച്ച് വരിക എന്നത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി തന്നെയാണ്. തുടർന്ന് തൊട്ടടുത്തുള്ള യാതൊരു വഴി പോകാതെ കുഞ്ഞുങ്ങളെ കൂടി അങ്ങോട്ട് കൂട്ടുവാനായിട്ട് പ്രിയപ്പെട്ടവൾ ഏറെ നിർബന്ധിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ വരാൻ തയ്യാറായില്ല. 2 ചെറിയ പെൺകുഞ്ഞുങ്ങളാണെ പോലും ഒരു സൺഡേ സ്കൂള്, ജാക്കോറ്റ് പള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിച്ചു. 3-ാമത്തെ ഞായറാഴ്ച കുഞ്ഞുങ്ങളോട് കൂടി ആലയത്തിൽ കടന്നു വരുവാനും രക്ഷിക്കപ്പെടുവാനുമായിട്ടിടയായി. പ്രിയപ്പെട്ടവളുടെ സ്നാനം പ്രഖ്യാപിച്ചു. അതിന്റെ പിറ്റേ ഞായറാഴ്ച, അതായത് ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് ഉള്ളിൽ പ്രിയപ്പെട്ടവൾ ഞങ്ങളെല്ലാവരും ഡ്രം അടിച്ച് പുഴയിൽ പോയി പരസ്യമായി പ്രിയപ്പെട്ടവൾ സ്നാനമേൽക്കുവാനായിട്ടിടയായി. സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. അങ്ങനെ
ഞാൻ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് കടന്നു വന്നു. വീണ്ടും ജോലിയിൽ വ്യാപൃതനായി 3 വർഷം കൂടെ ആ വിസയിൽ നിന്നു. തുടർന്ന് ഞാൻ അതെല്ലാം വളരെ സംഭവബഹുലമായ കഥകളാണ്. തുടർന്ന് ഇവിടെ അനേക സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി അനേകം വിശ്വാസത്തിലേക്ക് വരാനൊക്കെ ദൈവം കൃപ ചെയ്തു. ദൈവദാസ റോയ് പാസ്റ്ററുമായിട്ട് ചേർന്ന് ഇവിടെ സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് ഈ റോഡ് പണിയുടെ കമ്പനിയിൽ നിന്നും ഒന്ന് മാറിയാൽ അല്പം കൂടി വിശാലത ലഭിക്കുമെന്ന ചിന്തയുണ്ടായി. 3 വർഷത്തോളം സൗദിയിൽ വീണ്ടും ജോലി ചെയ്തു. തുടർന്ന് ആ കമ്പനിയിൽ നിന്നും എക്സിറ്റ് വാങ്ങി നാട്ടിലേക്ക് കടന്നു പോകാനിടയായി. അപ്പോൾ എനിക്ക് തിരിച്ച് സൗദിയിലേക്ക് വരാൻ 3 വർഷമെങ്കിലും കാത്തു നിൽക്കണം. കാരണം എക്സിറ്റ് റീ എൻട്രി വിസ അന്ന് 3 വർഷം ഗ്യാപ്പ് വേണം. തുടർന്ന് ബഹ്റൈനിൽ നിന്നും ഒരു സഹോദരൻ ബന്ധപ്പെട്ടു. അവിടേക്ക് ഒരു വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി. ബഹ്റൈനിലെ AC-യുടെ സ്പെയർ പാർട്സ് കടയിലേക്കാണ് ചെന്ന് ഇറങ്ങിയതും അവിടെ കൊറോണ അപ്പോഴാണ് പൊട്ടി പുറപ്പെടുന്നു. ക്വാറന്റൈനിലായി. അവിടുന്ന് എന്നാലും ചെറിയ ജോലികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എർണിയയുടെ പ്രശ്നം വന്നു. ഒരു ഓപ്പറേഷന് വേണ്ടി അവിടുത്തെ മെയിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് കൊറോണ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു. ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ ഈ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ മരണമാണ് മുൻപിലുള്ളത് എന്ന് ഡോക്ടർമാർ വിധി എഴുതി. കൊറോണ പോസിറ്റീവ് ആയതുകൊണ്ട് എന്നെ ക്വാറന്റൈനിലേക്ക് വിട്ടു. 7 ദിവസം കഴിഞ്ഞ് ക്വാറന്റൈനിൽ നിന്ന് മടങ്ങി വരാൻ കഴിയുള്ളൂ. പക്ഷേ പ്രിയരെ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയട്ടെ, എന്നെ ക്വാറന്റൈനിലേക്ക് വിട്ടത് എന്തിനെന്ന് ചോദിച്ചൊരു നേഴ്സ് ഓടി പുറകെ വരാനിടയായി. അവര് ഡ്യൂട്ടി കഴിഞ്ഞ് പോയതാണ്. വാച്ച് എടുക്കാൻ മറന്നുപോയി. തിരിച്ചു വന്നപ്പോ എന്നെ കാണുന്നില്ല. തുടർന്ന് ക്വാറന്റൈനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ആ മേജർ ഓപ്പറേഷൻ വളരെ വിജയകരമായി സ്വർഗത്തിലെ ദൈവം ചെയ്യിച്ചു. ജീവനോടെ പുറത്തു വന്നു. അവിടെ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നാട്ടിൽ വന്നു. തുടർന്ന് നാട്ടിൽ വിശ്രമം ജീവിതം നയിക്കുമ്പോഴാണ് എന്നെ വിശ്വാസം കൊണ്ടുവന്ന റോയ് പാസ്റ്റർ എനിക്ക് ഒരു വിസ അയച്ചു തന്ന് വീണ്ടും സൗദി അറേബ്യയിലേക്ക് വരുന്നത്. ഈ സൗദി അറേബ്യയിലേക്ക് വരുന്നതിന് ആ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ 2 കുഞ്ഞുങ്ങളും അനീറ്റ കുര്യൻ, മെരീറ്റ കുര്യൻ, 2 പേരും വിശ്വാസ സ്നാനമേൽക്കുവാനിടയായി. കോഴഞ്ചേരി IPC സഭയിലെ സണ്ണി പാസ്റ്റർ കുഞ്ഞുങ്ങളെ അതിനായിട്ട് വളരെ പഠിപ്പിച്ച് വചനം പറഞ്ഞ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ദൈവം ദേശത്ത് നിലനിർത്തുന്നു. ഞാൻ ഇപ്പോൾ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവദാസ ലൊക്കേഷൻ പോയിരിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഓരോ ദിവസവും കാണുവാനായിട്ട് ദൈവം കൃപ ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി എന്ന പ്രദേശം സാമുദായികമായ അനേക ചുറ്റുപാടിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ എല്ലാ മതസ്ഥരും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈ വിലക്കപ്പെട്ട ദേശത്ത് യേശു ക്രിസ്തു വിളിച്ചു വേർതിരിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഈ യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്: യഹോവയെ പിന്തുടരുന്നവരും നീതിയെ പിന്തുടരുന്നവരുമായുള്ളവരെ ഇത് കേൾപ്പീൻ. നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് കൊണ്ടുവന്നത് യാത്രയിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളോ അനുഭവങ്ങളോ പ്രാപിക്കുവാൻ മാത്രമല്ല, അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു കനാൻ നാടുണ്ട്. നമ്മുടെ നിത്യ സ്വർഗമാകുന്ന കനാൻ നാട്ടിലേക്ക്, സിയോനിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ദൈവം കണ്ടിട്ടുള്ള ചിലരെ ദൈവം അതാത് സ്ഥലങ്ങളിൽ വേർതിരിക്കും. അവരെ ബാലശിക്ഷയിലൂടെ, കഷ്ടതയിലൂടെ ദൈവം പണിതെടുക്കും. നമ്മൾ ഒരു സാമുദായിക ജാക്കോബിറ്റ് പശ്ചാത്തലത്തിൽ കപ്പ്യാരായിരുന്ന എന്നെ ഈ വലിയവനായ ദൈവത്തിന്റെ ജീവനുള്ള പുസ്തകം എടുക്കാൻ തക്കവണ്ണം പ്രാപ്തനാക്കിയതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന് അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഞാൻ പറയാം, ശമരിയ സ്ത്രീക്ക് സ്തോത്രം, ആ ശമരിയ പട്ടണത്തെ സുവിശേഷീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത്. അവിടെ മറ്റുള്ളവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെ നമ്മളെ ആക്കി വെച്ച സ്ഥാനത്ത് നമ്മൾക്ക് ലഭിക്കുന്ന കൃപയ്ക്കനുസരിച്ച് സുവിശേഷം അറിയിക്കുകയും രക്ഷയിലേക്ക് അനേകരെ നയിക്കുകയും ചെയ്യുവാനാണ് ദൈവം കഷ്ടതയിലൂടെ നമ്മെ കൊണ്ടുവരുന്നത്. പ്രിയ മാതാവ് ഇപ്പോൾ വിശ്രമത്തിൽ വീട്ടിലായിരിക്കുന്നു. ഇപ്പോൾ പഴയ ജാക്കോവിറ്റ് ആലയത്തിലാണ് പോകുന്നത്.
അവർക്ക് ആ ഒരു പാരമ്പര്യത്തിൻ്റെതായ ഒരു ചുറ്റുപാടിൽ നിന്ന് മാറാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും കുടുംബമായി ഞങ്ങൾ ഈങ്ങാപ്പുഴ IPC സഭയിലാണ്, ശാലം IPC സഭയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കോഴഞ്ചേരി IPC സഭ, പുതുപ്പാടി ആച്ചി IPC സഭ, ഇതെല്ലാം നമ്മൾ പോയിക്കൊണ്ടിരുന്ന സഭകളാണ്. ഇവിടെ എല്ലാം നമ്മെ വിളിച്ച വിളിക്കനുസരിച്ച് യേശു ക്രിസ്തുവിനോട് പറ്റി നിൽക്കുക. എബ്രായലേഖനത്തിൽ വാക്യമുണ്ടല്ലോ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കും. നമ്മൾ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. പക്ഷെ നമ്മൾ യേശുവിനെ നോക്കിയാൽ പ്രതികൂലങ്ങൾ അനേകം സഹിച്ച, അനേക കഷ്ടതകൾ സഹിച്ച, പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ബന്ധപ്പെടുന്ന ഒരു ക്രിസ്തുവിനെ നമുക്കവിടെ കാണാൻ കഴിയും. ആ യാത്രയിൽ കടന്നു വരുന്ന പ്രതിസന്ധികളോ പോരാട്ടങ്ങളോ ഒന്നും നമ്മെ തകർക്കാനല്ല, നമ്മെ പണിതെടുക്കുവാനാണ്. അനേക സാക്ഷ്യങ്ങൾ ഈ ആസാദി ചാനലിലൂടെ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതെല്ലാം ജീവിതത്തിൽ നമുക്ക് നൽകുന്ന നല്ല അനുഭവങ്ങളാണ്, ബലപ്പെടുന്ന അനുഭവങ്ങളാണ്. ഈ പ്രദേശം, പുതുപ്പാടി പ്രദേശത്തെ സംബന്ധിച്ച് അനേക ദൈവദാസന്മാർ കടന്നു വരുന്ന സുവിശേഷം അറിയിക്കുന്നു. എങ്കിലും ഇപ്പോഴും ഒരു സാമുദായിക കെട്ടുപാടുകൾ അവിടെ വരിഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ചാക്കൂട്ട് സഭയിലായിരുന്നപ്പോൾ ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ, ഇപ്പൊ പൗരോഹിത്യത്തിന്റെ കാര്യം തന്നെ. ഇപ്പം ആദ്യ ആചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ച് സ്കറിയായ്ക്കകത്ത് നൽകി മോശ, സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്താവ് തൻ സ്ലീഹന്മാർക്കും എന്ന് പറഞ്ഞ് പൗരോഹിത്യത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് സഭയിൽ ഒരു കുർബാന മധ്യ പാട്ട് പാടുന്നുണ്ട്. ശരിക്കും ഈ അഹ്റോൻ ആചാര്യത്വം ലഭിച്ചു, ലേവ്യ ആചാര്യത്വം പൗരോഹിത്യം ലഭിച്ചു എങ്കിലും അത് സ്കറിയ പുരോഹിതൻ ലഭിച്ചു കഴിഞ്ഞ് പിന്നെ യോഹന്നാൻ സ്നാപകന് പൗരോഹിത്യം ലഭിക്കുന്നില്ല. കാരണം പുരോഹിതന്റെ വേഷവസ്ത്രങ്ങൾ ഒട്ടകറോ കൊണ്ടുള്ള ഉടുപ്പോ അരയിൽ തോൽവാറോ അല്ല, ഭക്ഷണ രീതികൾ വെട്ടുക്കിളിയും കാട്ടുതേനുമല്ല, ആലയത്തിൽ പാർക്കേണ്ടവൻ മരുഭൂമിയിലാണ് പാർക്കുന്നത്. അപ്പൊ ഒരിക്കലും പൗരോഹിത്യം യോഹന്നാനിലേക്ക് എത്തുന്നില്ല. സഖരിയാവ് വരെയാണ് പൗരോഹിത്യം നിൽക്കുന്നത്. എന്നേക്കുമുള്ള മഹാപുരോഹിതൻ യേശു ക്രിസ്തുവാണ്. എന്നേക്കുമുള്ള യാഗം പൂർത്തീകരിച്ച് സ്വസ്ഥതയിൽ പ്രവേശിച്ച് നമുക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ സകല മധ്യസ്ഥ യാചിക്കുന്ന യേശു ക്രിസ്തുവാണ് നിത്യ പുരോഹിതൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് ലഭിച്ച 4 വിധ സുവിശേഷങ്ങൾ, ഇടയൻ, അപ്പോസ്തലൻ, പ്രവാചകൻ, അതുപോലെ ഈ പ്രവാചകൻ, 4 ശുശ്രൂഷകൾ എഫെസ്യയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ 4 ശുശ്രൂഷകളാണ് പുതിയ സഭയിലുള്ളത്. ഇതെല്ലാം വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും. പാരമ്പര്യ സഭയിൽ നിന്ന് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. കൃപയാലാണ് രക്ഷ. ഈ രക്ഷ നിത്യത വരെ നമ്മെ എത്തിക്കുവാൻ വരുന്ന കഷ്ടതകൾ പറയാൻ സാക്ഷ്യങ്ങൾ അനേകമുണ്ടെങ്കിൽ പോലും യേശു ക്രിസ്തുവാണ് നമ്മെ രക്ഷിക്കുന്നത്. ഈ സാക്ഷ്യം അനേകർക്ക് രക്ഷയ്ക്ക് ഉതകട്ടെ, ധൈര്യപ്പെടുവാൻ സഹായിക്കട്ടെ. എനിക്ക് അവസരം ഒരുക്കിയ ആസാദി ചാനലിനും അതുപോലെ ഫിലിപ്പ് പാസ്റ്റർക്കും ഹൃദയം നന്ദി അറിയിക്കുന്നു. എല്ലാത്തുപരി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു സഭയെ ഓർത്ത്, റോയ് പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ചർച്ചിനോട് ചേർന്ന് പ്രിയ കുര്യാക്കോസ് അച്ചാനും ചേർന്ന് ഒരു സഹശുശ്രൂഷകനായിട്ടിരിക്കുന്നല്ലേ? അതെ അതെ അതെ. അങ്ങനെ കപ്യാരിൽ നിന്ന് ഒരു സഭയുടെ ശുശ്രൂഷാ മേഖലയിലേക്കൊക്കെ കർത്താവ് കൊണ്ടുവന്നു. കർത്താവ് വിശ്വസ്തനാണ്. ജീവിതത്തിലെ ഭാരങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മുഖം നോക്കുവാനിടയായി തീർന്നു. ഞാൻ ആ രംഗമൊക്കെ ആലോചിക്കുകയായിരുന്നു. ഈ പറഞ്ഞ സൗദിയിലെ ക്യാനൊക്കെ പറക്കിക്കൊണ്ട് നടന്നൊരു സമയം. നമുക്ക് പലരും നമുക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ആക്രി പറക്കിക്കൊണ്ട് നടക്കുന്നവരെ കുറിച്ച്. പക്ഷെ ഗൾഫിൽ പോയ ഒരാൾ, ഒരു മലയാളി, ആ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയെന്നൊക്കെ പറയുമ്പോൾ എത്ര തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളായിരുന്നു, എത്ര വലിയ പരീക്ഷകളായിരുന്നു, ഇല്ലയോ? ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന അനേകരുടെ വിഷമങ്ങൾ അറിയാനും അവരെ പരിചയപ്പെടാനും അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനൊക്കെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചാ, ഇപ്പം നമ്മുടെ സമ്മർ സീസൺ ആണല്ലോ, ഏപ്രിൽ മെയ് ജൂൺ മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ശരിക്കും നല്ല ചൂടുള്ള സമയമാണ്. ബോംബെയിലൊക്കെ ഞങ്ങൾക്ക് തന്നെ ഒരു അരമണിക്കൂർ
വെയിലത്തൊക്കെ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ എന്തൊരു ക്ഷീണം. അപ്പം ഞാൻ അച്ഛൻ അത് പറഞ്ഞപ്പോൾ, അതായത് സൗദി അറേബ്യയിലെ പിന്നെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ റോഡ് പണി, ഫുട്പാത്ത് പണി, ഇവിടെയൊക്കെ മണിക്കൂറുകൾ സൗദിയിലെ ചൂട് കൊണ്ട് നിൽക്കാന്ന് പറയുമ്പോൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ ടാറിംഗ് ജോലി ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് കമ്പനിക്ക്. അവരെ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യും. അവരത്രയ്ക്ക് ചൂടിലാണ്. ഇപ്പൊ കൃപയാൽ ദേവദാസനോട് ചേർന്ന് പെയിന്റിംഗ് ജോലികൾ ചെയ്യുന്നു. അതകത്തും പുറത്തും ഉണ്ടെങ്കിലും അകത്താണ് അധികം ജോലികൾ. ദൈവം ധൈര്യത്തോടെ ബലത്തോടെ നടത്തുന്നു. ഇപ്പം പെയിന്റിങ്ങിന്റെ വർക്കാ ചെയ്യുന്നല്ലേ? ഇപ്പം ദേവദാസനോട് ചേർന്ന് പെയിന്റിങ്ങിന്റെ ചെറിയൊരു ഗ്രൂപ്പാണ് ഞങ്ങൾ ജോലി എടുത്ത് ചെയ്യുക. എങ്ങനെയുള്ള പെയിന്റിങ് അത്? അത് വീടിന്റെ സൗദികളുടെ വീടിന്റെ പണികൾ എടുത്ത് നമ്മള് പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അകത്തെയും പുറത്തെയും വർക്ക് വരും. അകത്തെ പണികളാണ് അധികം എടുക്കുന്നത്, പുറത്ത് അപൂർവമായിട്ടേ വരുള്ളൂ. ഈ കഴിഞ്ഞ 4 മാസം മുമ്പ് ഞാൻ മോളിൽ നിന്ന് വീണ് 2 കൈ ഒടിഞ്ഞ് നാട്ടിലെ വിശ്രമത്തിലായിരുന്നു. അതെ, ആ സമയത്ത് നമ്മൾ ടെസ്റ്റ് എടുക്കാനിരുന്ന സമയമാണ്. ടെസ്റ്റ് ഡേറ്റ് എല്ലാം പ്ലാൻ ചെയ്തപ്പോഴാണ് എന്നോട് പറയുന്നത്, ഞാൻ വിളിച്ചപ്പം പിന്നെ അപകടം പറ്റി നാട്ടിലാണ് വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞത്. എന്തായാലും എല്ലാം ഓക്കെ ആയാലും അല്ലേ? കൃപയാൽ എല്ലാം ഓക്കെ ആയി. അതുകൊണ്ട് 18 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു. കൃപയാൽ ഒരു AC-യുടെ ആംഗിളർ നെറ്റിയിൽ തട്ടിയത് കൊണ്ട് തല അടിച്ചില്ല, 2 കൈയും അടിച്ചാ വീണത്. പറയാൻ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ദൈവം അത്ഭുതകരമായി വിടുവിക്കുന്ന ദൈവമാണ്. 18 അടി ഉയരത്തിൽ നിന്ന് വീണ വീഴ്ചയ്ക്ക് AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റിൽ തട്ടിയോ? അത് നെറ്റി തട്ടി, അതുകൊണ്ട് തല നിലത്തടിച്ചില്ല, 2 കൈയും അടിച്ചാണ് വീണത്. അയ്യോ. കൃപയാൽ നെറ്റിക്ക് 5 സ്റ്റിച്ച്, കൈ 2 കൈ ഒടിഞ്ഞ് 2 കൈ നോക്കിയിട്ട് നാട്ടില് ഹോട്ടൽ മീറ്റിംഗിന്റെ സമയത്താണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, 2 കൈയും ഒടിഞ്ഞിരിക്കുക. അല്ലെ പിന്നെ നമ്മുടെ ഈ സാക്ഷ്യം 4 മാസം മുമ്പ് വരേണ്ടതാ. അതെ അതെ അതെ, അത് അന്ന് MLA സ്റ്റേഡിയത്തിൽ വീണ ആ സമയത്താണ് ഞാൻ വീണത്. അതെ അതെ അതെ, നമ്മുടെ PT തോമസ് സാറിന്റെ വൈഫ്. അതെ അതെ അതെ, ഉമ്മ തോമസ് അല്ലേ? ആ സമയത്താണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ 1-2 എണ്ണം പറയാം കേട്ടോ. എന്തായാലും ആസാദി വന്നതല്ലേ, അപ്പം അത് 1-2 മിനിറ്റ് എടുത്ത് പറയുന്നോണ്ട് കുഴപ്പമില്ല. സമയമുണ്ട്, സമയമില്ലെന്ന് ഓർത്ത് വെട്ടിച്ചുരുക്കണ്ട. ഇതുപോലെ നാട്ടില് ആലയത്തിൽ നിന്ന് ഞങ്ങൾ കോളഞ്ചേരി IPC ചർച്ചിൽ ആരാധിക്കുമ്പോയിട്ട് തിരിച്ചു വരുമ്പോ 2 ട്രിപ്പായിട്ടാണ് ബൈക്കിൽ പോയിരുന്നത്. കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ട് തിരിച്ച് വൈഫിനെ എടുക്കാനായിട്ട് പോകുമ്പോ ഞാൻ വീടിന്റെ താഴെ നിന്ന് സ്കൂട്ടിയാണ് തിരിച്ചപ്പം ഫ്രണ്ടിലെ പുല്ലില് നിറങ്ങിയിട്ട് ഞാൻ മുഖമടിച്ചു വീണു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഒരു റോള് 6 ഇഞ്ചിന്റെ ഇവിടെ കവിളത്ത് തട്ടി. അപ്പോ മറ്റു ബുദ്ധിമുട്ടും തോന്നി, തലകർക്കം ഉണ്ടായി. എങ്കിലും ഞാൻ വണ്ടി നിവർത്തി, ഞാൻ ഓടിച്ചു പോയി. പ്രിയപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് തിരിച്ച് വീടിന്റെ താഴെ എത്തുമ്പം എന്റെ മൂക്കിലൂടെ ചോര വരാൻ തുടങ്ങി. ഷർട്ട് ആകെ ചോര കണ്ട് ഷോബി വൈഫ് അലറി കരയാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയി. അവളുടെ ഫോണ് എടുത്ത് ഞാൻ വേറെ ഒരു ആംബുലൻസിനെ വിളിച്ചു. അപ്പൊ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഓടി വന്നു. അപ്പൊ തന്നെ വണ്ടി കിട്ടി, വേഗം കോഴിക്കോട് മെഡിക്കലിൽ എത്തിച്ചു. ഞാനോ വിചാരിച്ചത് തല പൊട്ടിയാലാണോ മൂക്കിക്കൂടെ ബ്ലഡ് വരുന്നത്. പക്ഷെ ദൈവസഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. കോടഞ്ചേരി സഭ അന്ന് സന്തോഷത്തോടെ ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞു. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു ദേവദാസൻ സണ്ണി പാസ്റ്ററൊക്കെ. അങ്ങനെ മെഡിക്കലിൽ ചെന്ന് സ്കാൻ ചെയ്തു, എല്ലാം ചെക്ക് ചെയ്തപ്പോഴും അകത്തൊരു കുഴപ്പമില്ല. ഇവിടെ ബ്ലഡ് ക്ലോട്ട് ആയത് ഞാനിങ്ങനെ തിരുമ്മിയപ്പം മൂക്കിക്കൂടെ ചാടി വന്നത്. അപ്പം ഭയങ്കര എങ്ങനെ പറയാൻ അനേകമുണ്ട്. പക്ഷെ ദൈവം എല്ലാത്തിനും നമ്മെ സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവ്, നമുക്ക് ചുറ്റും ഒരു വലയം തീർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മോശയെ ദൈവം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്ന പേര് കൊണ്ടാണ് മോശയെ വിളിച്ചത്. ആ മോശയാണ് സ്നാനത്തിന് മുൻകുറിയാകുന്ന ചെങ്കടലിലൂടെ വെള്ളത്തിലൂടെ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ മോശയെ തകർക്കാൻ സാത്താൻ പദ്ധതിയിട്ടത് നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാനാണ്. പക്ഷെ ആ നദിയെ അടിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്തം പുറപ്പെടുവിക്കത്തക്കവണ്ണം ദൈവം അവനെ ബലപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ഫിന്നിപ്പാസിന്റെ ദൈവം ആക്കിയിരിക്കുന്നത് അനേകരുള്ള ജീവനുള്ള സാക്ഷ്യം ലോകത്തിൽ വിളംബരം ചെയ്യുക എന്നൊരു സുവിശേഷ ശുശ്രൂഷയാണ്.
അതുപോലെ എന്റെയും നിങ്ങളെയും ഓരോരുത്തരെയും ദൈവം വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ആശയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അത് തകർക്കാനാണ് ദുഷ്ടൻ നോക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകൾ, അധികാരങ്ങൾ, ആകാശമണ്ഡല ദുഷ്ടാത്മസേന, അതിനെ എതിരിടുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് ആയുധമായി നമുക്ക് തരും. അതിനുവേണ്ടി സത്യം എന്നത് അരയ്ക്ക് കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, രക്ഷ എന്ന വസ്ത്രം, ശിരോസ്ത്രം ധരിക്കുക, സുവിശേഷത്തിലുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. ഇങ്ങനെ ഒരു പടയാളിയെ പോലെ പോരാട്ടത്തോടെ മുന്നേറുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. സ്തോത്രം. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഒളിമ്പിക്സില് ഒക്കെ കിരീടം ലഭിച്ചു എന്ന് ഉസൈൻ ബോൾട്ട് 2002 തോന്നുന്നു സോൾ ഒളിമ്പിക്സില് 1ാം സ്ഥാനത്ത് റിലേ ഓടിയെത്തി. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവർ ലഹരി മരുന്ന് ഉപയോഗിച്ചു. ആ ടീം തന്നെ പുറത്തായിപ്പോയി. അതുപോലെ തന്നെ നമുക്കറിയാം 86 ഏഷ്യാഡ് അവിടെയും ഇതുപോലെ 1ാം സ്ഥാനത്ത് ഓടിയെത്തി. പക്ഷെ ട്രാക്ക് മാറിപ്പോയി. നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുമ്പോ ലക്ഷ്യം ക്രിസ്തുവാണ്, നിത്യതയാണ്. ആ ഓടുന്നത് കൃത്യ ട്രാക്കിലൂടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവം പ്രിയ കുര്യാക്കോസച്ചാനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ ഇനി ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചുരുക്കമായിട്ട് അച്ഛനെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഗ്രഹം, ഒരു ദൈവിക സന്തോഷം, വിടുതലുണ്ടാകാനിടയായി തീരട്ടെ. അച്ഛൻ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടികൾ ഒരുമിച്ചെടുത്തു വരുന്നു. ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ, ഈ മേഖലയെ അനുഗ്രഹിക്കണമേ. ഫിലിപ്പാസ്റ്ററെയും കുടുംബത്തെയും സഭയെയും ശുശ്രൂഷ മേഖലയിലെയും ഈ മീഡിയയെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിരിക്കാൻ നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളെല്ലാവരുടെയും പ്രത്യേകമായി നമ്മുടെ നാട്ടിൽ കടന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കുര്യാക്കോസച്ചൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു. എല്ലാവരുടെയും നന്ദി പറയുന്നു. പ്രേക്ഷകരോട് എല്ലാം നന്ദി പറയുന്നു. പ്രിയ അച്ഛനോട് നന്ദി പറയുന്ന ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് വിനിയോഗിച്ചതിൽ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.